ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. 2021, 22, 23, 24 ഈ 4 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള, അതായത് ഡിഗ്രിയുടെ മാത്രം പ്രിലിംസിനും മെയിൻസിനും ചോദിച്ചിട്ടുള്ള എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കിയാലായിട്ട് മനസ്സിലാവും. ഈ എക്കണോമിക്സ് പ്രിലിംസിന് എന്ന് പറയുന്നത് 5 മാർക്കിനാണ് പ്രിലിംസ് ചോദിക്കുന്നത്. ഇത് പ്രിലിംസിൻ്റെ സിലബസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രിലിംസിൻ്റെ മാത്രം എക്കണോമിക്സ് ഭാഗത്തു നിന്നും ചോദിക്കാനായിട്ട് പോകുന്നത് 5 മാർക്കിൻ്റെയാണ്. 5 മാർക്കിനാണ് എക്കണോമിക്സ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എക്കണോമിക്സിൻ്റെ മെയിൻസിൻ്റെ ആണ് കേട്ടോ. അതായത് മെയിൻസിന് എന്ന് പറയുന്നത് 7 മാർക്കിന്. മെയിൻസിന് നമുക്ക് എക്കോണമി 5 ഇയർ പ്ലാൻ, അതുപോലെ തന്നെ എക്കണോമിക് റിഫോം, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് അങ്ങനെ പോകും കേട്ടോ. ഒരുപാട് ടോപ്പിക്സ് അതിൽ പോകും. അപ്പോൾ ഇതിൽ നമുക്ക് എക്കണോമിക്സിന് ചോദിക്കാനായിട്ട് പോകുന്നത് 7 മാർക്കിനാണ് നമുക്ക് എക്കണോമിക്സ് ചോദിക്കാനായിട്ട് പോകുന്നത്. മെയിൻസിന് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ പേപ്പർ, 2 പേപ്പറാണുള്ളത്. ആദ്യത്തെ പേപ്പർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിങ്ങും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട് പോകുന്നതുമാണല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അതിൽ കേരളാസ് എക്കോണമി എന്ന് പറയുന്നത് 15 മാർക്കിന്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 15 മാർക്കിനുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണ്? 3 പേപ്പറും അല്ലേ, അതായത് പ്രിലിംസ്, മെയിൻസിൻ്റെ 2 പേപ്പർ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നും 10-40 മാർക്കിന് മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് പുതിയതാണ്. നമുക്ക് എന്താണ് ചോദിക്കുക എന്നുള്ളതൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പഠിക്കുന്ന SCERT, NCERTയിൽ നിന്നും അല്ലെങ്കിൽ വേറെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 40 സംതിങ് മാർക്കിനെന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓരോ ടോപ്പിക്കും എടുത്ത് തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ 21, 22, 23, 24 4 വർഷങ്ങളിലായിട്ട് എക്കണോമിക്സിൽ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ സിലബസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് എക്കണോമിക്സും ആണെന്ന് ഞാൻ പറയും. കാരണം 2 ടോപ്പിക്സിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്സും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസിന് ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തംബ്നെയിൽ കറക്റ്റ് ആയിരിക്കില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരാം. കാരണം ഞാനൊരു ബിഗിനറാണ്, ഞാൻ ഇതിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സോ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GDPയുടെ ഘടക ചെലവ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. GDP at MP മൈനസ് അറ്റ് പരോക്ഷ നികുതി. ഓക്കെ, അതായത് GDPയുടെ ഘടക ചെലവ് എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. GDP at MP മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉൽപ്പാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. സ്ഥലവും മൂലധനവും ഓപ്ഷൻ D. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. ഓക്കെ, അതായത് ഓപ്ഷൻ B, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് അല്ലെങ്കിൽ ആയവ ഏത്? ഇത് എല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത് ഈടാക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാവാറില്ല. അതായത് റിപ്പോ റേറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. 1, 2, 3 ശരിയാണ്. അതായത് ഇത് എല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. അതായത് മുഴുവൻ ചെലവ് മൈനസ്, അതായത് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഇതിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ?
ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ അതായത് CRRഉം SLRഉം, തുറന്ന വിപണി പദ്ധതികൾ. മേൽപ്പറഞ്ഞവയിൽ ശരി ഏത് അല്ലെങ്കിൽ ഏവ. അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് നിയന്ത്രിക്കാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. അതായത് ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ, മേൽപ്പറഞ്ഞവ എല്ലാം. ഓക്കെ, അതായത് ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം, കാലക്രമ പട്ടിക ഏതാണ്? അപ്പോൾ ആരോഹണ ക്രമത്തിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സമഗ്ര വളർച്ച, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 3 കാർഷിക വികസനം, പിന്നെ 2 ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, 4 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 1 സമഗ്ര വളർച്ച. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2020 ഇതൊരു കറണ്ട് അഫെയറും കൂടെ ആയിരുന്നു. അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരു കറണ്ട് അഫെയറും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോളാർ മിൽഗ്രോമും റോബർട്ട് വി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനുമാണ് അന്ന്, അതായത് 2020 സാമ്പത്തിക ശാസ്ത്രത്തിൽ പോൾ ആർ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസണും അന്നത്തെ പുരസ്കാരത്തിന് അർഹനായത്. എന്താണ് ആൻസർ? ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് എപ്പിക്കാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻകാഷ് ചെയ്യുന്നതിനും അധികാരമുള്ള ഇന്ത്യയുടെ ബാങ്ക്. ഇലക്ട്രൽ ബോണ്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ടൈമിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അതായത് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ധനകമ്മി GDPയുടെ 5% കുറയ്ക്കണം, റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 3ഉം മാത്രം. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. അപ്പോൾ NNPയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 4800 കോടി. 4800 കോടിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര ക്ലാരിറ്റിയിലേ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ സൈറ്റിൽ നോക്കി, പക്ഷേ അതിൽ വലിയ ക്ലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ല. ഇതിന് ഇത്ര ഇതേ വരുന്നുള്ളൂ. സോ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശം ഉള്ളത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. മുകളിലത്തെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 3ഉം മാത്രം. അതായത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? അതായത് പൊതു ചിലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പലിശ അടവുകളാണ്. ഓക്കെ,
ഡിഗ്രി ലെവലിലൊക്കെ എക്സാം എഴുതുമ്പോഴേ പലപ്പോഴും ഇംഗ്ലീഷിലാക്കണം പഠിത്തം എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുന്ന ടൈമിൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല, സർക്കാർ പൊതു ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത് ഏത്. ഇതിൻ്റെ മലയാളം തർജ്ജമയൊക്കെ ചിലത് കോമഡിയാണ്, നമ്മളെ കൊണ്ട് തെറ്റിക്കാൻ ഇതൊക്കെ മതി. അപ്പോൾ മാക്സിമം ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ മാക്സിമം ഇംഗ്ലീഷിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതായത് ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻസിഡൻറ്റ് മറ്റൊരു വ്യക്തിയിലുമായ നികുതിയാണ്. പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡൻറ്റും ഒരു വ്യക്തിയിലാകുന്ന നികുതിയാണ്. അടുത്തത് പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 3 മാത്രമാണ് കേട്ടോ. അതായത് പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായിട്ട് സ്വീകരിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായിട്ട് സ്വീകരിച്ചത്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ്? ഓക്കെ, 2011 സെൻസസ് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 964. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്സ് ആൻഡ് സെയിൽസ് നികുതി GST എന്നാണ് നിലവിൽ വന്നത്? അപ്പോൾ GST നിലവിൽ വന്നത് എന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1 ജൂലൈ 2017 അല്ലേ, 2017 ജൂലൈ 1 ഗുഡ്സ് ആൻഡ് സെയിൽസ് ടാക്സ് നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ട്രഷറി ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരാണ് ട്രഷറി ബില്ലുകൾ നൽകുന്നത്. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ബാങ്കുകൾ നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 3ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറി ചെലവിൽ GDP എന്തിന് തുല്യമാണ്? അപ്പോൾ ഫാക്ടറി ചെലവിൽ GDP എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓക്കെ, അതായത് വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓക്കെ, അപ്പോൾ ഫാക്ടറി ചെലവിൽ GDP കണക്കാക്കുന്നത് എന്തിന് തുല്യമാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നികുതിയുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. ഇത് സർക്കാരിന് പരമാവധി നികുതി വരുമാനം നൽകുന്നു. ഇത് നികുതി വരുമാനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ഇത് അതിൻ്റെ ഫലത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിലാകുന്നു. അപ്പോൾ നിഷ്പക്ഷതയിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇത് ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, 4 എന്ന് പറയുന്നത് തെറ്റാണ്. ഇതിൽ 1ഉം 2ഉം 3ഉം ശരിയാണ്. എന്താണ്? ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുന്നു, എന്നാൽ വാടകയും പലിശയും ഒഴിവാക്കുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, എന്നാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യമായി, അതായത് LIF ബന്ധപ്പെട്ട സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏവ? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. പണനയ നടപടികളിലല്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത, RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. കറൻസി അധികാരികൾ എന്ന നിലയിൽ സാധാരണ സെൻട്രൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെ തുകയാണ് ഇത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പോൾ അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 2ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. എന്താണ്?
RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെ തുകയാണ് ഇത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം ആണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഫാക്ട് കോസ്റ്റിലെ NNPക്ക് തുല്യമാണ് എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, GNP ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ചയാണ്. അതായത് ഫാക്ടർ കോസ്റ്റിൽ NNPക്ക് തുല്യമാണ് GNP ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്, 1950. ഓക്കെ, ഇന്ത്യയിൽ നിക്ഷേപ രീതിക്കായി മഹലാനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായിട്ട് മഹലാനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതായത് 2ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ബാങ്ക് നിരക്ക് എന്താണ്? ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് നിരക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് നിരക്കാണ്. അതായത് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിങ് നിരക്കാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് നിരക്ക് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓക്കെ, നീതി ആയോഗിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. 2014 ജനുവരി 25-നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ് നീതി ആയോഗ് വരുന്നത്. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണില്ല, അതായത് 3ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. എന്താണ്? നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനമാണ് എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും GST നിരക്ക് എത്രയാണ്? അപ്പോൾ നമ്മുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെ GST നിരക്ക് എത്രയാണ് ഇന്ത്യയിൽ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 5%, 12%, 18%, 28%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2022-23 യൂണിയൻ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന നികുതികളിൽ ഏതാണ് മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് പരമാവധി വിഹിതം നൽകുന്നത്? ഓക്കെ, പരമാവധി വിഹിതം നൽകുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ചരക്ക് സേവന നികുതി. ആൻസർ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണ്. പുകയില കയറ്റുമതിയിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് പറയുന്നത്? ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, അതായത് 2ഉം 1ഉം 2ഉം ശരിയാണ്. എന്താണ്? പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണ്. പുകയില കയറ്റുമതിയിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ 2ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സേവന മേഖലയുടെ താഴെ പറയുന്ന ഉപമേഖലകൾ സമീപ വർഷങ്ങളിലെ GDPയിലേക്കുള്ള സംഭാവനകളുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, അടുത്ത ഓപ്ഷൻസ് നോക്കാം. പൊതുഭരണം, പ്രതിരോധം, മറ്റ് സേവനങ്ങൾ, സാമ്പത്തികം, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് സേവനങ്ങൾ, വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, ആശയവിനിമയം, പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 1 പൊതുഭരണം, പ്രതിരോധം, മറ്റ് സേവനങ്ങൾ, 3 വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, ആശയവിനിമയം, പ്രക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ, സാമ്പത്തികം, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് സേവനങ്ങൾ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. വ്യവസായ സേവന മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ കുറവാണ്. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 2ഉം 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. വ്യവസായ സേവന മേഖലയുടെ സംഭാവന ലോക ശരാശരിയേക്കാൾ കുറവാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. GSTN എന്നതിൻ്റെ അർത്ഥം എന്താണ്? GSTN എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഓക്കെ, GSTN എന്നതിൻ്റെ അർത്ഥം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരി? ഓക്കെ, ഓപ്ഷൻ നോക്കാം. സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നീതി ആയോഗിന് അധികാരമില്ല, അതൊരു ഉപദേശക സമിതിയാണ്. ഓപ്ഷൻ അടുത്തത് നോക്കാം. സംസ്ഥാന നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആസൂത്രണ കമ്മീഷന് മുമ്പ് അധികാരമുണ്ടായിരുന്നു, പദ്ധതികൾ അംഗീകരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 1ഉം 2ഉം ശരിയാണ്. സംസ്ഥാന നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നീതി ആയോഗിന് അധികാരമില്ലാത്തൊരു ഉപദേശക സമിതിയാണ്. ആ സംസ്ഥാന നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആസൂത്രണ കമ്മീഷന് മുമ്പ് അധികാരമുണ്ടായിരുന്നു, പദ്ധതികൾ അംഗീകരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതു നികുതിയാണ് കേന്ദ്ര തലത്തിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ ഏത് നികുതിയാണ് കേന്ദ്ര തലത്തിൽ ഉൾപ്പെടുത്തുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സർവീസ് ടാക്സ് ആണ് കേട്ടോ. സർവീസ് ടാക്സ് ആണ് കേന്ദ്ര തലത്തിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ഈയിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഭക്ഷ്യ മ്യൂസിയം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, തമിഴ്നാട്ടിലാണ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ തന്നെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 101 ഭരണഘടനാ ഭേദഗതിയാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, WTOയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? WTOയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? WTO എന്ന് വെച്ചാൽ എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, അതായത് ലോക വിഭവങ്ങളുടെ ഒപ്റ്റിമൽ വിനിയോഗം ഉറപ്പാക്കാൻ ഒരു നിയമാധിഷ്ഠിത വ്യാപാര വ്യവസ്ഥ സ്ഥാപിക്കുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത് ഇതിൻ്റെ സൈറ്റിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. സൈറ്റിലുള്ള പേപ്പറും സെയിം തന്നെയാണ്, അല്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ എടുക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ലാതാവുന്നതോ അല്ല. ഇതിൻ്റെ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് കിട്ടുന്നില്ല. ഞാൻ കുറേ നോക്കി, അപ്പോൾ സൈറ്റിൽ നോക്കിയപ്പോഴും ഇത് തന്നെയാണ്. സോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്, അതായത് DIPAM എന്ന് പറയുന്ന ബന്ധപ്പെട്ട പ്രസ്താവന പ്രവർത്തന മേഖലയിലല്ലെന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രവർത്തന മേഖലയല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. തന്ത്രപരമായ നിക്ഷേപം വിറ്റഴിക്കൽ, പൊതുമേഖലാ ബാങ്കുകളുടെ പുനഃമൂലധനവൽക്കരണം, ന്യൂനപക്ഷ ലഹരി വിൽപ്പന, ആസ്തി ധന സമ്പാദനം. ഓക്കെ, ആസ്തി ധന സമ്പാദനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ, അതായത് 2 മാത്രം, പൊതുമേഖലാ ബാങ്കുകളുടെ പുനഃമൂലധനവൽക്കരണം. ഓക്കെ, അതാണ് ആൻസർ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ചരക്ക് സേവന നികുതികളിൽ, അതായത് GSTയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ പരോക്ഷ നികുതി നമ്മുടെ GSTയിൽ കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. പ്രവേശന നികുതിയും വിനോദ നികുതിയും തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഒഴികെ, അതായത് മെഡിക്കൽ ടോയ്ലറ്റ് തയ്യാറെടുപ്പുകൾക്ക് കീഴിൽ ചുമത്തുന്ന എക്സൈസ് തീരുവ, സേവന നികുതി, ലോട്ടറി, വാതുവെപ്പ്, ചൂതാട്ടം എന്നിവയുടെ നികുതി. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അതായത് കേന്ദ്ര പരോക്ഷ നികുതികൾ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 1ഉം 4ഉം മാത്രം, അതായത് പ്രവേശന നികുതിയും വിനോദ നികുതിയും തദ്ദേശ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഒഴികെ, അതും അതുപോലെ തന്നെ ലോട്ടറി, വാതുവെപ്പ്, ചൂതാട്ടം എന്നിവയുടെ നികുതി. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വേൾഡ് എക്കോണമിക് ഫോറം തയ്യാറാക്കിയ ലിംഗവ്യത്യാസ സൂചിക 2021 പ്രകാരം ഏതാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. നോർവേ ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, പാകിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം, ഐസ്ലാൻഡ് ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം, ഫിൻലാൻഡ് ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം, ഭൂട്ടാൻ ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, പാകിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നോർവേ ആണ് ഏറ്റവും ലിംഗസമത്വമുള്ള രാജ്യം, പാകിസ്ഥാൻ ഏറ്റവും കുറഞ്ഞ ലിംഗസമത്വമുള്ള രാജ്യം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. സമീപകാല ഇന്ത്യൻ തൊഴിൽ വിപണിയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1990 ശേഷം ഇന്ത്യയുടെ തൊഴിൽ സേനാ പങ്കാളിത്ത നിരക്കിൽ വലിയ മാറ്റം ഉണ്ടായി. സ്ത്രീ തൊഴിലാളി പങ്കാളിത്തം ഇന്ത്യയിൽ വളരെ ഉയർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എയോ ബിയോ അല്ല, അതായത് രണ്ടും തെറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിൽ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു. വിദേശ നാണ്യ കരുതൽ ക്ഷാമം ഉണ്ടായിട്ടും വേജ് ഗുഡ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാമത്തെ പദ്ധതി. ഓക്കെ, ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാമത്തെ പദ്ധതി വൻ വിജയം ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3 മാത്രമാണ്, അതായത് ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വലിയ വിജയമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ലിക്വിഡിറ്റി നൽകാനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മണി മാർക്കറ്റ് സ്ഥാപനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ലിക്വിഡിറ്റി നൽകാനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട മണി മാർക്കറ്റ് സ്ഥാപനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് DFHI ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സഹകരണ ഫെഡറലിസത്തിൻ്റെ ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് താഴെയുള്ളൊരു സമീപനമാണ് ഉപയോഗിച്ചത്. ഇതൊരു ഉപദേശക ചിന്താ ടാങ്കാണ്. മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ ഇതിന് അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ ഇതിന് അധികാരം ഉണ്ടായിരുന്നു. ഓക്കെ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം എന്തിനാണ് ഉള്ളത്? പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം എന്തിനാണുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വരുമാനമാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ആരാണ്? ഓക്കെ, തുറന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് PV നരസിംഹ റാവു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിത്യഹരിത വിപ്ലവത്തിൻ്റെ സ്ഥാപകൻ ആര്? നിത്യഹരിത വിപ്ലവത്തിൻ്റെ, ഓക്കെ, ഹരിത വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയും. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ നിത്യഹരിത വിപ്ലവത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ അരിയുടെ വിലയെ സ്വാധീനിക്കുന്നത് എന്തെല്ലാം? ഇന്ത്യയിൽ അരിയുടെ വിലയെ സ്വാധീനിക്കുന്നത് എന്തെല്ലാമാണ്? ഓപ്ഷൻസ് നോക്കാം. ഉപഭോക്തൃ സബ്സിഡി, കുറഞ്ഞ സപ്പോർട്ട് താങ്ങുവില, സ്വകാര്യ കർഷകരുടെ വ്യാപകം, അതായത് കക്ഷികളുടെ വ്യാപാരം. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം, അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ തെറ്റിപ്പോകുന്നത്. ഉപഭോക്തൃ സബ്സിഡി, കുറഞ്ഞ സപ്പോർട്ട് താങ്ങുവില, സ്വകാര്യ കക്ഷികളുടെ വ്യാപാരം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് 1, 2, 3 ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയുടെ അറിവും നവീകരണവും സംരംഭത്വവും പിന്തുണയും സംവിധാനവും സൃഷ്ടിക്കുന്നത് ഇത് ആരുടെ ലക്ഷ്യം ആണ്? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നീതി ആയോഗാണ് ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയുടെ അറിവും നവീകരണവും സംരംഭത്വവും പിന്തുണ സംവിധാനവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ്. വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സമ്പദ് വ്യവസ്ഥയുടെയുമായ വളർച്ച എന്നത് എന്തായിരുന്നു? അതായത് വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച കേട്ടോ എന്തായിരുന്നു, അതായത് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 12ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 12ാം പഞ്ചവത്സര പദ്ധതി.